നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഗോതമ്പ് എഗ് പപ്സ് ആണ്. അതിനായിട്ട് 6 കപ്പ് ഗോതമ്പ് എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. എന്നിട്ട് അതിനെ ബോൾസ് ആക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് പരത്തണം. പരത്തി കഴിഞ്ഞിട്ട് 3 ചപ്പാത്തി എടുത്ത് അതിനെ വലുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് 4 പീസസ് കണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇഞ്ചിനകത്ത് വയ്ക്കാനായിട്ട് ആദ്യമായിട്ട് 5 മുട്ട എടുക്കണം. എന്നിട്ട് അതിനെ പുഴുങ്ങിയെടുക്കണം. അത് കഴിഞ്ഞ് 5 സവാളയും 3 പച്ചമുളകും എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കണം. എന്നിട്ട് സവാള നീളത്തിൽ അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാക്കണം. അതിലോട്ട് എണ്ണ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതിലിടണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിൽ ചേർക്കണം. കുറച്ച് കറിവേപ്പില ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. അത് കഴിഞ്ഞ് ഇതിലെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഗരം മസാല. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, കുരുമുളക് കൂടെ ചേർക്കണേ. ഇപ്പം നമ്മുടെ ഇത് ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട 2ആയിട്ട് മുറിക്കണം. ബാക്കി ഗ്രേവി നമ്മൾ ഗ്രേവിയും മുട്ടയും ഓരോന്നിലായിട്ട് എടുക്കണം. അത് കഴിഞ്ഞ് പാൻ വീണ്ടും ചൂടാക്കി എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇത് 4ആയിട്ട് മടക്കിയ മുട്ട പപ്സ് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട പപ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.